ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമുക്ക് ഇന്നലെ നടന്ന ഓവർസിയർ ഗ്രേഡ് 2 എക്സാമിൻ്റെ ആൻസർ കേസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡയഗണൽ സ്കെയിൽ ഈസ് യൂസ്ഡ് ടു മെഷർ. ഡയഗണൽ സ്കെയിലിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് 3 dimensions ആണ്. ആൻസർ 3 dimension. സെക്കൻഡ് ക്വസ്റ്റ്യൻ, the point P is above horizontal plane and behind vertical plane. The point is in the dash quadrant. Answer second quadrant. Third question, the fundamental principle of surveying is. ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ഡെയിലി കാണുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ആൻസർ ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ചേഞ്ച് ഇൻ ചെയിൻ സർവേ മീൻസ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. The distance of the object along the chain line from zero end of the chain. Fifth question, the box of prismatic compass is made up. Simple question തന്നെയാണ്. ആൻസർ brass. ഓപ്ഷൻ ബി brass ആണ് ആൻസർ. Sixth question, true meridian passes through. ആൻസർ എന്ന് പറയുന്നത് all of this ആണ്. ട്രൂ മെറിഡിയൻ ഫിക്സഡ് പോയിന്റിലൂടെയും ട്രൂ നോർത്ത് ആൻഡ് ട്രൂ സൗത്തിലൂടെയും പിന്നെ ഇക്വറ്റോറിയൽ ലൈൻ എല്ലാത്തിലൂടെയും പിന്നെ മെറിഡിയൻ പാസ് ചെയ്യുന്നുണ്ട്. സോ ദ ആൻസർ ഓൾ ഓഫ് ദിസ്. സെവൻത്ത് ക്വസ്റ്റ്യൻ, പ്ലെയിൻ ടേബിൾ സർവേയിങ് ഈസ്. ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദിസ് ആണ്. എയ്ത്ത് ക്വസ്റ്റ്യൻ, ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ ഓറിയൻറ്റേഷൻ പ്ലെയിൻ ടേബിൾ ഈസ്. ആൻസർ ട്രൂ കോമ്പസ്. Ninth question, the first observation taken on turning point is. അതായത് ഫസ്റ്റ് എടുക്കുന്ന ഒബ്സർവേഷൻ ടേണിംഗ് പോയിന്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫോർസൈറ്റ് ആണ്. ആൻസർ ഫോർസൈറ്റ്. Question, the benchmark established by Survey of India is known as. Answer GTS benchmark. 11th question, what is the imaginary line joining the center of the eyepiece and the optical center of the object glass? Answer axis of telescope. 12th question, the contour interval depends upon. ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ്. നാച്ചർ ഓഫ് ഗ്രൗണ്ടും സ്കെയിൽ ഓഫ് മാപ്പും പെർപ്പസ് ആൻഡ് എസൻസും ഒക്കെ കോണ്ടൂർ ഇൻ്റർവെല്ലിന് ഇതാണ്. 13th ക്വസ്റ്റ്യൻ, കോണ്ടൂർ ഇൻ്റർവെൽ ഈസ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് കോണ്ടൂർസ് ആണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. 14th ക്വസ്റ്റ്യൻ, the vertical circle is a circular graduated arc attached to the dash axis of telescope. And Tronian axis. 15th question, the total station is a combination of answer electronic theodolite and radium. Answer in the option C, electronic theodolite and radium are answer. 16th question, how is the size of theodolite defined? Theodolite size എപ്പോഴും ഡിറ്റർമൈൻ ചെയ്യുന്നതിൻ്റെ ഫ്ലവർ പിൻ്റെ ഡയമീറ്റർ അനുസരിച്ചാണ്. സോ ദ ആൻസർ ഈസ് ഡയമീറ്റർ. 17th question, how many inches is 1/4? Answer 12 inches. 12 ഇഞ്ചാണ് ഒരു ഫോർട്ട് എന്ന് പറയുന്നത്. 18th question, full form of CAD. CAD ഫുൾ ഫോം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ് ആൻഡ് ഡ്രാഫ്റ്റിംഗ് ആണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 19th question, വിച്ച് കമാൻഡ് ടു കൺട്രോൾ ദി സൈസ് ഓഫ് ദി ഡ്രോയിങ് ഏരിയ. ഡ്രോയിങ് ഏരിയൻ്റെ സൈസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കമാൻഡ് എന്ന് പറയുന്നത് ലിമിറ്റ് ആണ്. 20th question, ദ ഓട്ടോക്യാഡ് കമാൻഡ് ടു എഡിറ്റ് ദ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്തിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് എന്ന് പറയുന്നത് സ്ട്രെച്ച് ആണ്. Then 21th question, the AutoCAD command to draw rounded corner.
റൗണ്ടർ കോർണർ വരയ്ക്കാൻ യൂസ് ചെയ്യുന്നത് ഫില്ലറ്റ് തന്നെയാണ്. Then 22th question, the obtained parallel lines, concentric circle and parallel curves dash is used. Parallel lines യൂസ് ചെയ്യാൻ വേണ്ടി വരയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്സിറ്റ് ആണ്. Then 23, question number 23, the extension AutoCAD template file is extension for AutoCAD template file is .dwt ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among them is not an option for starting print command? പ്രിൻറ്റ് കമാൻഡിനല്ലാതെ യൂസ് ചെയ്യുന്നത്, അതായത് ഈ താഴെ കൊടുത്തിൽ ഏതാണ് പ്രിൻറ്റ് കമാൻഡിനല്ലാതെ യൂസ് ചെയ്യുന്നത്? ആൻസർ പി ആർ ആണ്. ഓപ്ഷൻ ഡി പി ആർ ആണ് ആൻസർ. 25, question number 25, the plot only a particular portion of drawing, which option can be selected in the plot area of plot window? വിൻഡോ സെലക്ഷൻ ആണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ പോർഷൻ വേണ്ടി സെലക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിൻഡോ സെലക്ഷൻ ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 26, the trimmed standard size of A1 drawing sheet is dash. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ട്രിമ്മഡ് സൈസ് ഓഫ് A1 ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 594 × 41 mm ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിസിബിൾ ഔട്ട്ലൈൻ ആർ ഡോൺ ആസ് ഡാഷ് ലൈൻ. വിസിബിൾ ഔട്ട്ലൈൻ വരയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആൻസർ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് തിക്ക് ലൈൻ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ടു ഡ്രോ പാരലൽ ലൈൻസ് അറ്റ് എനി ആംഗിൾ? എല്ലാവരും ആൻസർ എഴുതി വെച്ചിരിക്കുക സെറ്റ് സ്ക്വയർ ആയിരിക്കും. ഇതിന് ആൻസർ എന്ന് പറയുന്നത് ക്ലിനോഗ്രാഫാണ്. ഏതൊരു ആംഗിളിലും നമുക്ക് പാരലൽ ലൈൻസ് വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ക്ലിനോഗ്രാഫ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് കർവ് ആർ യൂസ്ഡ് ടു സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്താണ് ആൻസർ? ഓപ്ഷൻ എ ഡ്രോ ഇറഗുലർ കർവ്സ്. ഫ്രഞ്ച് കർവ്സ് ആർ യൂസ്ഡ് ടു ഡ്രോ ഇറഗുലർ കർവ്സ്. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ അലൈൻഡ് സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ് ഡയമെൻഷൻ മേ ബി റീഡ് ഫ്രം. അലൈൻഡ് സിസ്റ്റത്തിൽ ഡയമെൻഷൻ റീഡ് ചെയ്യുന്നത് ബോട്ടം ഓർ റൈറ്റ് ഹാൻഡ് സൈഡാണ്. ബോട്ടം ഓർ റൈറ്റ് ഹാൻഡ് സൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഇസ് മെയ്ഡ് ടു revolve it about one of its perpendicular side is the solid form is known as cone. Next question, in the first angle projection method object is assumed to be placed. ആൻസർ എന്താണ്? സിമ്പിളാണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് ഓഫ് ആർ എഫിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ഇല്ല, യൂണിറ്റ്ലെസ് മെത്തേഡാണ് ആർ എഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആൻസറായിട്ട് വരുന്നത് നൺ ഓഫ് ദീസ് ആണ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫ്ലോർ യൂസ്ഡ് ഇൻ ഡാൻസിങ് ഹാൾ, ഓഡിറ്റോറിയം എക്സെട്ര. ഡാൻസിങ് ഹാളിലും ഓഡിറ്റോറിയത്തിലൊക്കെ കൊടുക്കുന്ന ഫ്ലോർ എന്ന് പറയുന്നത് വുഡൻ ഫ്ലോറാണ്. എക്കോയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഫ്ലോർസാണ് വുഡൻ ഫ്ലോർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അവിടെ കൊടുക്കുന്നത് അതിനാണ്. Next question, a two-story truss with upper portion consists of king post truss and lower portion of queen post truss. മോൾ പോർഷൻ കിങ്ങും താഴെ പോർഷൻ ക്യൂനും ആണെങ്കിൽ ആ ട്രസ്സിനെ വിളിക്കുന്ന പേരാണ് മൻസാഡ് ട്രസ്. ആൻസർ മൻസാഡ് ട്രസ്. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബേണിംഗ് ടെമ്പറേച്ചർ ഓഫ് സിമെൻറ്റ് ഇൻ റോട്ടറിക്കിൻ്റെ സിമെൻറ്റിൻ്റെ ബേണിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1400 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓപ്ഷൻ ഡി 1400 ഡിഗ്രി സെൽഷ്യസ് ആണ് ആൻസർ. Next question, the most common type of scaffolding used in the construction of brickwork. Answer all of the above ആണ്. എല്ലാ ടൈപ്പ് സ്കഫോൾഡിങ് പറഞ്ഞിരിക്കുന്ന എല്ലാ ടൈപ്പ് സ്കഫോൾഡിങ് യൂസ് ചെയ്യുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് സ്ട്രെങ്തനിങ് ഓഫ് ഫൗണ്ടേഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ്. ഫൗണ്ടേഷനെയൊക്കെ സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സ്ട്രെങ്തനിങ്ങിനെയാണ് അണ്ടർപിന്നിങ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ അണ്ടർപിന്നിങ്. ഓപ്ഷൻ സി ആണ് ആൻസർ. Next question, the total time between first watering after sowing a crop and the last watering before harvesting is known as base period. Answer base period. Next question, the total length of cranked bar, depth day and angle 45 degree in case of beam, effective length L.
ടോട്ടൽ ലെങ്ത് ഓഫ് റെക്ടാങ്കുലർ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? L+2 × 4.42 × D ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് എ ബ്രിക്ക്. ബ്രിക്കിൻ്റെ മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 3.5 Nm/mm². ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോഴ്സ് ആൻഡ് പാസിംഗ് ത്രൂ എ സ്ക്രീൻ വിത്ത് ക്ലിയർ ഓപ്പണിംഗ് ഓൺ ഈസ് ഡാഷ് ജനറലി യൂസ്ഡ് മാസൺറി വർക്ക്. അങ്ങനെയാണ് കോഴ്സ് ആൻഡ് പാസ് ചെയ്യുന്നത് 3.15 mm ഉള്ള മണ്ണിലൂടെയാണ്. ഫൈൻ സ്റ്റാൻഡ് ആണെങ്കിൽ 4.75 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോപ്പർട്ടി ഓഫ് ലൈൻ ടു സെറ്റ് ഇൻ ഡാം പ്ലേസ് ഓർ ഇൻ തിക്ക് മാസൺറി ഈസ് നോൺ ആസ് ആൻസർ ഹൈഡ്രോളിസിറ്റി. ആൻസർ ഓപ്ഷൻ ബി ഹൈഡ്രോളിസിറ്റി. Next question, horizontal circulation area of a building may be a dash percentage of plinth area of the building. Answer 10 to 15%. 10 to 15%. There is a value at the end of utility period without being dismantled is known as salvage value. Option D, salvage value. Next question, the ratio of weight of material per unit volume to the weight of an equal volume of water at 4 degrees Celsius is known as specific gravity. Option D, specific gravity. Next question, the siphon aqueduct is a cross drainage work provided to carry canal over a natural drainage. The answer എന്ന് പറയുന്നത് canal bed is below the highest floor level of the natural drain. Option B ആണ് ആൻസർ ആയിട്ട് വരും. Next question, the relation between duty D and in hectare cubic delta meter and base period D in days is given by. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഡെൽറ്റ ഈസ് ഇക്വൽ ടു 8.64 ബീറ്റ ബൈ യു ഡി. അതാണ് ആൻസറായിട്ട് വരുന്നത്. നമ്മൾ പഠിച്ച ഈ ഇക്വേഷൻ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ജിയോളജിക്കൽ ഫോർമേഷൻ ദാൻ കണ്ടെയ്ൻസ് സഫിഷ്യൻറ്റ് പെർമിയബിൾ മെറ്റീരിയൽസ് ഓർ unconsolidated materials such as sand and gravel. ആൻസർ അക്വിഫർ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി അക്വിഫർ. 15th question, the estimate in which approximate total length of wall is found in running meter and this total length multiplied by the rate per running meter of walls gives a fairly accurate cost. ആൻസർ അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡാണ്. ഈ അപ്രോക്സിമേറ്റ് ടോട്ടൽ ലെങ്ത് ഓഫ് വോൾസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് ആൻസർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ് തന്നെയാണ്. Next question, at constant pressure the volume V of a given mass of gas is directly proportional to absolute temperature. ഇതിൻ്റെ ആൻസർ പറയുന്നത് ചാൾസ് ലോ ആണ്. പ്രഷർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അവിടെ ആൻസർ എന്ന് പറയുന്നത് ചാൾസ് ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the law state that pressure applied at any point in a liquid and rest in transmitted equally in all directions is known as Pascal's law. Option C, Pascal's law. Next question, hydrodynamic is study of dash motion. Hydrodynamic is study of answer liquid motion ആണ് ആൻസർ. ഓപ്ഷൻ എ liquid motion. Next question, in perfect gas equation the absolute temperature is calculated in terms of answer. Option B, degree Kelvin. Answer degree Kelvin. The maximum ratio of span to depth of a cantilever slab എന്ന് പറയുന്നത് 8 ആണ്. മാക്സിമം റേഷ്യോ ഓഫ് സ്പാൻ ടു ഡെപ്ത് ഓഫ് എ കാൻറ്റിലിവർ സ്ലാബ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ 8 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് പ്രോപ്പർ ആൻഡ് അക്യുറേറ്റ് മെഷർമെൻറ്റ് ഓഫ് കോൺക്രീറ്റ് ingredient in the basis of either weight or volume for uniformity of concrete mix is known as answer. Option D, batching. Option D, batching ആണ് answer. Question number 55, question number 57, the manner of arrangement of rooms or peculiarity of arrangement of doors and windows in the external walls of the building to receive maximum effect from sun and wind is known as answer. Option A, aspect. Option A, aspect ആണ് answer. Next question, when the plot area is 210 meter square to 1000 meter square, when the permissible covered area of the site should be dash of the site area.
Answer 15%. Sorry, 50%. Option C, 50%. Next question. The group include any building used for school, colleges and other training institution for day care purpose involving assembly for instruction, education or recreation for not less than 20 students. ഇത്രയും വലിച്ചു നീട്ടിയ ക്വസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ബിൽഡിംഗ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പിൽ ഗ്രൂപ്പ് ബിയിൽ പെടുന്ന ബിൽഡിങ്സിനെയാണ് എഡ്യൂക്കേഷൻ ബിൽഡിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ഗ്രൂപ്പ് ബി ആണ് ആൻസർ. 60th question. The plan which shall be drawn to the same scale as the building plan and shall include plans and section for private water supply and sewage disposal system. ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? സർവീസ് പ്ലാൻ. സർവീസ് പ്ലാൻസിൽ തന്നെയാണ് നമ്മൾ വാട്ടർ സപ്ലൈ ആൻഡ് സേവേജ് ഡിസ്പോസൽ സിസ്റ്റം ഒക്കെ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പ്ലാനിൻ്റെ അതേ സ്കെയിലിൽ തന്നെയാണ് സർവീസ് പ്ലാൻ വരയ്ക്കുകയും ചെയ്യുന്നത്. സോ ആൻസർ ഓപ്ഷൻ ബി, സർവീസ് പ്ലാൻ. 61th question. 1 cubic meter of mild steel weight is known as. മൈൽഡ് സ്റ്റീലിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 7850 കിലോഗ്രാമാണ്. 7850 kilogram. Next question. The painting coefficient for partially paneled and partially glazed door or glazed door for both sides. Both sides എന്ന് ചോദിച്ചുകൊണ്ട് ആൻസർ 2 ആണ്. ബോത്ത് സൈഡ്സുള്ള ഒരു സൈഡ്സ് മാത്രമേ ഇരുന്നുവെങ്കിൽ ആൻസർ 1 ആയിട്ടായിരുന്നു വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In analysis of the quantity of dry mortar of 10 cubic meter were gauged as. Answer option B, 30 meter cube. Next question. In absence of detailed drawing, the percentage of steel in concrete column is usually taken as. Answer 1 to 2%. Option B, 1 to 2%. Next question. The cabin-like structure with a covering roof over the staircase is known as. Answer option B, മംടി. മംടിയാണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ക്വാണ്ടിറ്റി ഓഫ് സിമെൻറ്റ് റിക്വയർഡ് ഫോർ എ കോൺക്രീറ്റ് ഓഫ് 1:2:4. 1:2:4 മിക്സ്ചറിന് ആവശ്യമായ സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റി എന്നതാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ്. ഇതിൻ്റെ ആൻസർ 316.8 കിലോഗ്രാം. 316.8 കിലോനാണ് വെയിറ്റ് വരുന്നത്, ക്വാണ്ടിറ്റി വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹാബിറ്റബിൾ സ്പേസ് ഓഫ് ഓൺ ദി റൂഫ് ഓഫ് ബിൽഡിംഗ് വിത്ത് ഓർ വിത്തൗട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഈസ് നോൺ ആസ്. ആൻസർ ഓപ്ഷൻ സി, ടെറാസ്തി. ടെറാസ്തിയാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. Next question. The mean horizontal distance between the front and rear floor boundaries is known as. Answer option B, depth of plot. Answer option B, depth of plot. Next question. Swaney crops are also known as. Option B, kharif crops. Answer adana option B, kharif crops. Next question. This is the structure in which drainage passes over irrigation canal is known as. എന്താണ്? സൂപ്പർ പാസേജ് ആണ്. നെക്സ്റ്റ് 71th ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്. ഇത് ചാനൽ ഓർ പൈപ്പ് ത്രൂ വിച്ച് ക്യാരീസ് ഹെവി വാട്ടർ ഫ്രം പവർ ഹൗസ് ആഫ്റ്റർ ഇറ്റ് ഈസ് ബീൻ പാസ്ഡ് ത്രൂ ടർബൈൻ ഈസ് നോൺ ആസ്. ആൻസർ ഓപ്ഷൻ സി, ടെയിൽ റേസ് ആണ് ആൻസർ. Next question. The flow of water through the particles of soil due to force of gravity or pressure of head is known as. Answer option B, percolation. Answer option B, percolation. A crop required a depth of 200 centimeter of water for a base period of 100 days. Duty of water is. ഇതിന് നമ്മൾ മറ്റേ അതിന് മുന്നേ ചോദിച്ച ആ ഒരു ഡെൽറ്റ ഇസിക്കൽ ടു ബി 8.466 ബീറ്റ ബൈ ഡ്യൂട്ടി ആ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ട ആൻസറാണ്, ക്വസ്റ്റ്യനാണ് ഇത് വന്നിരിക്കുന്നത്. ആ ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 4.32 ഹെക്ടർ പെർ ക്യൂമക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഓഫ് ഡിസ്ചാർജ് വിത്ത് ടൈം അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് എ നാച്ചുറൽ സ്ട്രീം ഓർ റിവർ ഈസ് നോൺ ആസ്. ആൻസർ ഓപ്ഷൻ സി, ഹൈഡ്രോഗ്രാഫ്. Option C, hydrograph ആണ് ആൻസർ. 75th question. The first watering
ബിഫോർ സോയിങ് ദ ക്രോപ്പ് ഈസ് നോൺ ആസ് ആൻസർ പാലിയോ. ഫസ്റ്റ് വാട്ടറിങ്ങിനെ നമ്മൾ പാലിയോ എന്നാണ് വിളിക്കുന്നത്. ഓപ്ഷൻ ബി പാലിയോ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെയർ അപ്പാർട്ടസ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ഡാഷ് ഓഫ് സിമെൻറ്റ്. ലെയർ അപ്പാർട്ടസ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ഡാഷ് ഓഫ് സിമെൻറ്റ്. ആൻസർ എന്താണ്? ഓപ്ഷൻ സി സൗണ്ട്നെസ് ഓഫ് സിമെൻറ്റിനെ കണ്ടുപിടിക്കാനാണ് ലെയർ അപ്പാർട്ടസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വോളിയം ഓഫ് 1 bag ഓഫ് സിമെൻറ്റ് ഈസ് ഡാഷ് ആൻഡ് ക്യൂബ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 50 ആണ്. ആൻസർ ഓപ്ഷൻ എ 50. Next question, the lowermost part of the structure which support of the superstructure and transmits loads of the superstructure to the bearing materials is known as. Simple question thaneyana. Answer option B substructure. Next question, the quotient obtained by the dividing the total covered area of all floors by the area of the plot is known as. Answer option C ഫ്ലോർ ഏരിയ റേഷ്യോ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻഡ് ഇംപ്രീവിയസ് ബാരിയർ കൺസ്ട്രക്റ്റഡ് അക്രോസ് റിവർ ടു റൈസ് വാട്ടർ ലെവൽ ഈസ് നോൺ ആസ്. ആൻസർ ഓപ്ഷൻ ഡി വിയർ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10 hectares ഈസ് ഈക്വൽ ടു ഡാഷ് ഏക്കർ. ഈ സത്യം പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ ആൻസർ തന്നിട്ടില്ല. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഈ 1 hectare എന്ന് പറയുന്നത് 1 hectare എന്ന് പറയുന്നത് 2.47 hours ആണ്. അപ്പോൾ 10 hectares എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 24.7 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ആ 24.7 എന്ന് പറഞ്ഞൊരു ആൻസർ തന്നിട്ടില്ല. ഇനി ഇവിടെ ഏക്കേഴ്സിന് വരെ hours ആണ് തന്നിരുന്നെങ്കിൽ ഇതിൽ ആൻസർ ഉണ്ടായിരുന്നു. അപ്പം ക്വസ്റ്റ്യൻ തെറ്റാണ്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. Next question, capillary-like structure within the body of a tree that run radially from the core to the bark. Answer option A medullary rays and answer option A medullary rays. Next question, plasticity given ingredient in brick earth. Answer brickle plasticity കൊടുക്കുന്നത് എന്താണ്? അലൂമിനിയാണ്. Answer option C alumina. Next question, the load having alternate headers and structures in face but alternate force of headers and structures in back. Answer option C single Flemish bond. Answer single Flemish bond. Okay. And next question, the defect indicated by white spots in a healthy wood is known as. Answer option D Drexinus ആണ് ആൻസർ ആയിട്ട്. ഓപ്ഷൻ ബി Drexinus. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, annual rings are the combination of ആൻസർ എന്ന് പറയുന്നത് hardwood and sapwood. ഓപ്ഷൻ എ hardwood and sapwood. Question number 87, the irregular triangular walling enclosed by the extruders of the arch, a horizontal line from the crown and perpendicular line from the springing of the outer curves is known as. Option D spandrel. Answer option D spandrel ആണ് ആൻസർ. Next question, the foundation in which a cantilever beam is provided to join column footing. Answer option B strap footing. Answer option B strap footing ആണ് ആൻസർ. Next 89th question, at ground level the potential energy of bodies. At ground level the potential energy of bodies. Answer option B 0. Answer option B 0. Next question, the ratio of shear stress to shear strain is known as. The ratio of shear stress to shear strain is known as. Option A modulus rigidity. Modulus rigidity ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, bending moment and support in case of simply supported beam is always. Answer option B 0. Next question, 180 degrees dash radian. 180 degree എന്ന് പറയുന്നത് പൈ റേഡിയൻ ആണ്. 90 ഡിഗ്രി ആയിരുന്നു തന്നിരുന്നെങ്കിൽ അത് പൈ ബൈ 2π റേഡിയൻ ആയിരിക്കും. ഓക്കെ. 2π അല്ല പൈ ബൈ 2. 2π അല്ല പൈ ബൈ 2 ആണ് വരുന്നത്. 90 ഡിഗ്രി ആയിരുന്നെങ്കിൽ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ പൈ റേഡിയൻ ആണ്.
Next question, 1 micron is equal to dash meter. Answer 10 raised to minus 6. Option B ആണ് answer. Next question, if one angle is triangle is equal to the sum of other two angles, then triangle is known as dash triangle. ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡുകൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ കിട്ടുമെങ്കിൽ ആ ആൻസർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയും മറ്റ് രണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിരിക്കും. മറ്റ് രണ്ട് ആംഗിളുകളും നമ്മൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടും 90 ഡിഗ്രി ആണ് കിട്ടും. സോ ദ ആൻസർ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. നെക്സ്റ്റ്, if the radius of the cylinder is double, then the volume will be 4 times. Answer option C, 4 times. Then question number 96, what is the area of trapezium of sides A and B and the distance between them is h? ട്രപ്പീസിയത്തിൻ്റെ ഏരിയ ആണ് ഇക്വേഷൻ എന്താണ്? ഹാഫ് എ ബി എ പ്ലസ് ബി ഇൻറ്റു എച്ച്. ആൻസർ ഓപ്ഷൻ എ, ഹാഫ് എ പ്ലസ് ബി ഇൻറ്റു എച്ച്. Question number 97, vertex angle of pentagon is dash and base angle are dash. Answer option A ആണ് ആൻസർ. 72 degree to 54 degree. Option A. Question number 98, which one of the equation given below in an equation of motion? Equation of motion താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് കറക്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? V minus U is equal to 8. പിന്നെ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് തെറ്റാണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നതും തെറ്റാണ്. ഓപ്ഷൻ ഡി എന്ന് തെറ്റാണ്. ഇതിൽ വി അല്ല, ഓപ്ഷൻ സിയിൽ വി അല്ല വരുന്നത്, എസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം അതിൽ കറക്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. വി മൈനസ് യു ഇസ് ഈക്വൽ ടു 8. 99th question, which law straight the strain is proportional to stress within elastic limit? ഓപ്ഷൻസിൽ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ഹൂക്സ് ലോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, an effort 50 kg applied when to a simple machine having a velocity ratio of 5 and 80 degree efficiency. What is the mechanical advantage? ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്നുള്ള ഇക്വേഷൻ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടുന്നത് 4 ആണ്. ഓപ്ഷൻ സി ആണ്, 4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Thank you for watching.